സൂര്യനിൽ ഇപ്പോൾ സംഭവിക്കുന്ന തീവ്രവും ശക്തവുമായ സ്ഫോടന പരമ്പരകൾ ബഹിരാകാശ കാലാവസ്ഥാ ശാസ്ത്രജ്ഞരിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം വളരെ ശക്തമായ സൗരകിരണങ്ങൾ ഇപ്പോൾ ഭൂമിയിലേക്ക് നേരിട്ടെത്തുന്നുണ്ട്. ഇത് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കുകൾ, ഉപഗ്രഹങ്ങൾ, വൈദ്യുതി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ബാധിച്ചേക്കാം. സൺസ്പോട്ട് AR 4087 എന്നറിയപ്പെടുന്ന സൂര്യനിലെ വളരെ സജീവമായ ഒരു പ്രദേശത്ത് തീവ്രമായ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഫോടനങ്ങളെ എക്സ് ക്ലാസ് സൗരജ്വാലകൾ എന്ന് വിളിക്കുന്നു. ഇത് ഏറ്റവും ശക്തമായ സൗരവികിരണമാണ്. മെയ് 13 ആദ്യമായി ഒരു X12 ജ്വാല ഭൂമിയിലേക്ക് വന്നപ്പോൾ ശാസ്ത്രജ്ഞർ ജാഗ്രത പാലിച്ചു. എന്നാൽ അടുത്ത ദിവസം അതിലും വലിയൊരു ജ്വാല X27 പൊട്ടിപ്പുറപ്പെട്ടു. ഇത് പല പ്രദേശങ്ങളിലെയും റേഡിയോ സിഗ്നലുകളെ ബാധിച്ചു. രണ്ടാമത്തെ ശക്തമായ സ്ഫോടനത്തിന് ശേഷം റേഡിയോ തടസ്സപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ദക്ഷിണേഷ്യ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു നിശ്ചിത സമയത്തേക്ക് റേഡിയോ ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇത്തരം സൗര കൊടുങ്കാറ്റുകളുടെ തീവ്രത വർദ്ധിക്കുകയാണെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കുകൾ, ഇൻ്റർനെറ്റുകൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ പോലുള്ള ആവശ്യ ദൈനംദിന സംവിധാനങ്ങളെ ഇത് ബാധിച്ചേക്കാമെന്ന് ഇത് വ്യക്തമായി സൂചന നൽകുന്നു. സോളാർ കൊടുങ്കാറ്റ് ഭീഷണികൾ കണക്കിലെടുത്ത് ഈ മാസം ആദ്യം അമേരിക്ക ഒരു പ്രത്യേക അഭ്യാസം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. മെയ് 8 കൊളറാഡോയിലാണ് ഈ അഭ്യാസം നടന്നത്. ബഹിരാകാശവും ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രൂപ്പുകളും ഉൾപ്പെടെ വിവിധ ഏജൻസികൾ ഇതിൽ പങ്കെടുത്തു. ഭാവിയിൽ ഒരു വലിയ സൗരോർജ്ജ കൊടുങ്കാറ്റ് ഉണ്ടായാൽ ഫലപ്രദമായി എങ്ങനെ പ്രതികരിക്കാമെന്ന് മനസ്സിലാക്കുക എന്നതായിരുന്നു ഈ അഭ്യാസത്തിൻ്റെ ലക്ഷ്യം. 2028 ഒരു വലിയ സോളാർ സൂപ്പർ സ്റ്റോം ഭൂമിയിൽ പതിക്കുന്ന ഒരു സാങ്കല്പിക സാഹചര്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സങ്കല്പിച്ചു. ഈ കൊടുങ്കാറ്റിൻ്റെ ഫലമായി US-ന്റെ പല ഭാഗങ്ങളിലും ഇന്റർനെറ്റ് തകരാറിലാകുന്നു, പവർ ഗ്രിഡുകൾ തകരുന്നു, ദശലക്ഷക്കണക്കിന് ആളുകൾ ഇരുട്ടിലാകുന്നു. ഇതിനെ എങ്ങനെ നേരിടണം എന്നതായിരുന്നു ഈ അമേരിക്കയുടെ പ്രധാനപ്പെട്ട അഭ്യാസത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ സാധാരണക്കാർ എന്തു ചെയ്യണം? മൊബൈൽ നെറ്റ്വർക്കുകളെ പൂർണ്ണമായും ആശ്രയിക്കരുത്. ആവശ്യ ജോലികൾക്കായി ബാക്കപ്പ് പവർ സ്രോതസ്സുകളെയോ റേഡിയോകൾ പോലുള്ള ഇതര മാർഗങ്ങളെയോ സൂക്ഷിക്കുക. സർക്കാർ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഒരു സൗര കൊടുങ്കാറ്റിൻ്റെ ആഘാതവും സമയവും പൂർണ്ണമായും അതിൻ്റെ ശക്തിയെയും ദിശയെയും ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, സൂര്യൻ ഇത്രയും സജീവമായി ഇങ്ങനെ തുടരുകയാണെങ്കിൽ നാം തയ്യാറായിരിക്കുക തന്നെ വേണം.